എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നമസ്കാരം. ഒപ്പം സൈഡ് ലൈറ്റ്സിന്റെ മറ്റൊരു യൂറോപ്പ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. സൈഡ് ലൈറ്റ്സിന്റെ ഈ എപ്പിസോഡ് ചില സബ്സ്ക്രൈബേഴ്സ് ഡിമാൻഡ് ചെയ്തതനുസരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് പ്ലാൻഡ് ആയിട്ടൊരു ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. നിങ്ങളുടെ യൂറോപ്പ് വിസിറ്റ് ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് ഓർഗനൈസ് ചെയ്തതാവും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി വഴിയാവും ചെയ്തിരിക്കുന്നത്, ചിലപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ വെബ്സൈറ്റ് വഴിയായിരിക്കും ചെയ്തിരിക്കുന്നത്. ട്രിപ്പ് ഇങ്ങനെ ഏത് രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നതാണെങ്കിലും പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി ഒന്ന് ഗവനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ട്രിപ്പ് കുറച്ചുകൂടി കംഫർട്ടബിളും ഈസിയുമാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം പറയേണ്ടത് ഫോറിൻ എക്സ്ചേഞ്ചിനെ പറ്റിയാണ്. നിങ്ങളൊന്നില്ലെങ്കിൽ ഫോറിൻ കറൻസി നേരത്തെ വാങ്ങിച്ചു വയ്ക്കാം, അതല്ലെങ്കിൽ ഒരു ഫോറക്സ് കാർഡ് എടുക്കാം. കാര്യം ഇത് ഡിജിറ്റൽ പേയ്മെൻറ്റ് കാലമൊക്കെ ആണെങ്കിലും ഇപ്പോഴും ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് കൈവശം കുറച്ച് കറൻസി വെച്ചേ പറ്റൂ. നിങ്ങൾ കൊണ്ടുപോകുന്ന ഫണ്ടിൻ്റെ ഒരു 75% കാർഡിലും ബാക്കി 25% ക്യാഷായിട്ട് കയ്യിൽ വെച്ചാൽ ധാരാളം. രണ്ടാമത്തെ കാര്യം നമ്മളുടെ മൊബൈലിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോവുകയാണെങ്കിലും കോളും ഡാറ്റയും ഒന്നുമില്ലാതെ ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ വിത്ത് റോമിംഗ് കമ്പൽസറി. മൊബൈൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏകദേശം എല്ലാ പ്രൊവൈഡേഴ്സും ഫോറിൻ കൺട്രികളിലേക്ക് പ്രത്യേക പാക്കേജ് തരുന്നുണ്ട്. 5 ദിവസത്തേക്ക്, 7 ദിവസത്തേക്ക്, 10 ദിവസത്തേക്ക് എന്നിങ്ങനെ പലതരത്തിലുള്ള പാക്കേജുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ യാത്രയുടെ ദൈർഘ്യം അനുസരിച്ചിട്ട് വേണ്ട പ്ലാൻ നേരത്തെ തന്നെ വാങ്ങി നമ്മൾ പോകുന്ന ദിവസം രാത്രി അത് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങനെ വാങ്ങുമ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊവൈഡറുടെ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ BSNL പോലെയുള്ള ചില നെറ്റ്വർക്കൊക്കെ യൂറോപ്പിലും മറ്റും കിട്ടാറില്ല എന്നൊരു പരാതിയുണ്ട്. മൂന്നാമതായി പറയാനുള്ളത് ചാർജറുകളെ പറ്റിയും മറ്റുമാണ്. യൂറോപ്പിലെ പവർ സോക്കറ്റുകൾ ഇന്ത്യയിലെ പോലെയല്ല. അപ്പോൾ അതിനാൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ചാർജറുകൾ നമുക്ക് നേരിട്ട് അതിൽ കുത്താൻ പറ്റില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ അഡാപ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. അത് നമുക്കിവിടെ ഒരുമാതിരിയുള്ള ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് കൊണ്ടുപോവുക. ഇതിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ പിശുക്ക് പിടിക്കേണ്ട കേട്ടോ. കാരണം ഇപ്പോൾ നമുക്ക് മൊബൈൽ മാത്രമല്ല, വാച്ച്, ഇയർപോഡ്, ലാപ്ടോപ്പ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പലതും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നിലേറെ അഡാപ്റ്റർ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. നാലാമത്തെ പ്രധാന കാര്യം കയ്യിലൊരു ഇലക്ട്രിക് കെറ്റിൽ കരുതുക എന്നുള്ളതാണ്. യൂറോപ്പിലെ പല ഹോട്ടലുകളിലും ഇലക്ട്രിക് കെറ്റിലുകൾ ഉണ്ടാവാറില്ല. ഈവൻ 3 സ്റ്റാർ 4 സ്റ്റാറിലാണെങ്കിൽ പോലും ചില ഹോട്ടലുകളിൽ ഇലക്ട്രിക് കെറ്റിൽ കാണാറില്ല. കാര്യം അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഇത്തിരി പാടാണെങ്കിലും ഒരെണ്ണം കയ്യിലെടുക്കുന്നതാണ് നല്ലത്. കാരണം അത്യാവശ്യത്തിന് ഇത്തിരി ചൂടുവെള്ളം കുടിക്കണമെന്ന് തോന്നിയാലോ അല്ലെങ്കിൽ ഒരു ചായയോ കാപ്പിയോ കുടിക്കണമെന്ന് തോന്നിയാലോ നമുക്കിത് വളരെ ഉപകാരപ്പെടും. യൂറോപ്പിലെ ഒട്ടുമിക്ക ഹോട്ടലുകളിലും പൊതുവെ റൂമുകളിൽ ടീ, കോഫി മേക്കർ പ്രൊവൈഡ് ചെയ്യാറില്ല. അഥവാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലെ ടീ സാഷേ, കോഫി അല്ലെങ്കിൽ ഷുഗർ ഇതൊക്കെ കാണാറുള്ളൂ. എക്സ്ട്രാ കിട്ടാനും പാടാണ്. അങ്ങനെ തരുവാണെങ്കിൽ തന്നെ അതിന് എക്സ്ട്രാ ചാർജ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ കെറ്റിൽ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് റെഡി ടു മേക്ക് കോഫി അല്ലെങ്കിൽ ടീ ബാഗ്സ് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമുക്ക് ആമസോണിലും ബ്ലിങ്കിറ്റിലും ഒക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അതിൽ പഞ്ചസാര, കാപ്പി അല്ലെങ്കിൽ ചായ ഇതെല്ലാം നേരത്തെ പ്രീ മിക്സ് ആയിട്ട് ഉള്ള സാഷയിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം 2-3 പാക്കറ്റുകൾ കൊണ്ടുപോയാൽ വളരെ ഉപകാരപ്പെടും. അഞ്ചാമത് പറയാനുള്ള കാര്യം ഭക്ഷണത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ചില ട്രാവൽ ഏജൻസികൾ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ചില ട്രാവൽ സൈറ്റുകൾ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിലോ ആ പാക്കേജിൽ 2 നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ 3 നേരത്തെ ഭക്ഷണം ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് പറയാറുണ്ട്. ഇപ്പോൾ 3 നേരത്തെ ഭക്ഷണം ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജുകളാണെങ്കിൽ അതിൽ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ലഞ്ചും ഡിന്നറും പുറത്ത് ഏതെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലായിരിക്കും അവർ അറേഞ്ച് ചെയ്യുക. അങ്ങനത്തെ പാക്കേജുകളൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഇന്ത്യയിൽ നിന്നും കാര്യമായ ഭക്ഷണ സാധനങ്ങളൊന്നും കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ ചില റെഡി ടു കുക്ക് ഇന്ത്യൻ ഐറ്റംസ് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. നോർത്ത് ഇന്ത്യൻ ആയിട്ടും സൗത്ത് ഇന്ത്യൻ ആയിട്ടും ഒക്കെ ഉള്ള ഒരുപാട് റെഡി ടു കുക്ക് ഫുഡ് ഐറ്റംസ് നമുക്കിപ്പോൾ MTRൻ്റെയും മറ്റും അവൈലബിൾ ആണ്. ഇത് മാർക്കറ്റിലും കിട്ടും. അതുകൂടാതെ ആമസോൺ, ബ്ലിങ്കിറ്റ് അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും കിട്ടുന്നുണ്ട്. ഇനി നിങ്ങളുടെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി അല്പസ്വല്പം റെഡി ടു ഈറ്റ് ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കയ്യിൽ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. പലതരത്തിലുള്ള ബ്രെഡുകളും പഴങ്ങളും മാത്രം ദിവസം ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ ആ മടുപ്പ് മാറ്റാനായി പരിമിതമായ അളവിലെങ്കിലും കുറച്ച് റെഡി ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയ ഉപ്പുമാ, പോഹ ഇതൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാവുന്നതാണ്. ഈ ഐറ്റങ്ങളൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ആമസോണിലും ഒക്കെ വളരെ ഈസി ആയിട്ട് കിട്ടും. ആറാമതായിട്ട് പറയുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ സില്ലി ആയിട്ട് തോന്നാം, പക്ഷേ ഇത് ഒരുപാട് ഗുണമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ടൂറ് ഒരാഴ്ചയോ അതിലേറെയോ സമയത്തേക്കാണെങ്കിൽ. വിഷയം അണ്ടർ ഗാർമെൻസിൻ്റെയാണ്. പ്രത്യേകിച്ച് നമ്മൾ യൂറോപ്പ് പോലുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിലും മറ്റും പോകുമ്പോൾ അണ്ടർ ഗാർമെൻറ്റ്സ് പതിവായി കഴുകാനും
പ്രത്യേകിച്ച് അത് ഉണക്കിയെടുക്കാനും വലിയ പ്രയാസമുള്ള കാര്യമാണ്. ട്രാവൽ പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഡിസ്പോസിബിൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഐഡിയ അക്സെപ്റ്റബിൾ ആണെങ്കിൽ തുണി കഴുകാനും ഉണക്കാനും ഉള്ള പ്രശ്നങ്ങൾക്ക് ഒരു വലിയ സൊല്യൂഷനാണ്. ഏഴാമതായി പറയുന്ന കാര്യവും ചിലർക്കൊക്കെ അല്പം സങ്കോചം തോന്നിയേക്കാവുന്നതാണ്. യൂറോപ്പിലെ മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും പബ്ലിക് ടോയ്ലറ്റുകളിലും ഹെൽത്ത് ഫോസറ്റ് ഉണ്ടാവാറില്ല. ടോയ്ലറ്റ് ഉപയോഗത്തിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പറിനെ ആശ്രയിക്കുക മാത്രമേ തരവുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് അത് വളരെ അലോസരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ രീതിയിൽ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കയ്യിലൊരു മഗ് കരുതണം. ഇനി മഗ്ഗൊക്കെ പാക്ക് ചെയ്ത് കൊണ്ട് നടക്കുന്നത് അല്പം ഔട്ട് ഓഫ് ഫാഷനായ പരിപാടിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഹെൽത്ത് ഫോസറ്റ് പോലെ ഉപയോഗിക്കാവുന്ന ചില പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മറ്റും അവൈലബിൾ ആണ്. ഇത് വാങ്ങി കൂടെ കൊണ്ടുപോകാവുന്നതാണ്. എട്ടാമതായി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ലഗേജുകളെ പറ്റിയാണ്. യൂറോപ്പിലേക്ക് സർവീസ് നടത്തുന്ന മിക്കവാറും എല്ലാ എയർലൈനുകളും ലഗേജുകളുടെ തൂക്കത്തോടൊപ്പം തന്നെ അവയുടെ എണ്ണത്തെ പറ്റിയും പ്രത്യേകം ശ്രദ്ധിക്കുന്നവയാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് കൊണ്ടുപോകാവുന്ന ലഗേജ് 25 കിലോ ആണെന്ന് കരുതുക. ഒരാൾക്ക് ചെക്ക് ഇൻ ചെയ്ത് കൊണ്ടുപോകാവുന്ന ലഗേജുകളുടെ എണ്ണത്തെപ്പറ്റി ടിക്കറ്റിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ലഗേജിൻ്റെ തൂക്കം മാത്രമല്ല, നിങ്ങൾക്ക് അനുവദനീയമായ ലഗേജിൻ്റെ എണ്ണവും കൃത്യമായി പരിശോധിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ മൊത്തം ലഗേജിൻ്റെ തൂക്കം 25 കിലോയിൽ താഴെയാണെങ്കിലും ലഗേജുകളുടെ എണ്ണം 2 ആണെങ്കിൽ ഒരു ലഗേജിൻ്റെ അഡീഷണൽ ചാർജ് നൽകേണ്ടി വരും. ഇത് വളരെ ഭീമമായ ഒരു തുകയായിരിക്കും. അതുകൊണ്ട് കഴിയുന്നതും ചെക്ക് ഇൻ ലഗേജുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് അനുവദനീയമായ ഏറ്റവും വലിയ അളവിലുള്ള ബാഗ് തന്നെ ഉപയോഗിച്ച് പരമാവധി സാധനങ്ങൾ അതിൽ തന്നെ പാക്ക് ചെയ്യാൻ ശ്രമിക്കുക. 9ാമതായി പറയാനുള്ളത് എപ്പോഴും ഒരു ജോഡി വസ്ത്രങ്ങളും മരുന്നുകളും മറ്റ് അത്യാവശ്യ സാധനങ്ങളും സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് അതിനെ ഒരു ഹാൻഡ് ലഗേജ് ആയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ചെക്ക് ഇൻ ലഗേജ് വരാൻ വൈകുകയോ മിസ്സാവുകയോ ചെയ്താൽ ഇത് നമുക്ക് വളരെ ഉപകാരമാവും. 10ാമത്തേതായി പറയുന്ന കാര്യം അവസാനത്തെ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മരുന്നുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പുറം രാജ്യങ്ങളിൽ നമുക്ക് ഓവർ ദ കൗണ്ടറായിട്ട് മരുന്നുകളൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് നമ്മൾ പതിവായിട്ട് കഴിക്കുന്ന മരുന്നുകളും അതുകൂടാതെ സാധാരണ അസുഖങ്ങളായിട്ടുള്ള പനി, ചുമ, ജലദോഷം, വയറുവേദന അങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകളുമെല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ വാങ്ങി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി കയ്യിൽ കരുതണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആരും മറക്കരുത്. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ചെല്ലുന്ന രാജ്യത്തെ കാലാവസ്ഥാ സീസണിനനുസരിച്ചിട്ടുള്ള വസ്ത്രങ്ങളും കുടയും മറ്റും എടുക്കാൻ വിട്ടുപോകരുത്. ഉദാഹരണത്തിന് നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് വിൻ്ററിന് പറ്റിയ രീതിയിലുള്ള ഡ്രസ്സുകളും മറ്റും തീർച്ചയായിട്ടും കരുതിയിരിക്കണം. അതുകൂടാതെ നല്ല ക്വാളിറ്റിയുള്ള ഷൂവും നമ്മൾ എടുക്കണം. കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളിലും നമുക്ക് കാൽനടയായിട്ട് വേണം സ്ഥലങ്ങൾ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഷൂ എടുക്കാൻ മറക്കരുത്. ഇപ്പോൾ പറഞ്ഞ 10 കാര്യങ്ങൾ നിങ്ങളുടെ യൂറോപ്യൻ യാത്രയിൽ തീർച്ചയായും സഹായകരമാകും. അപ്പോൾ ഫോറിൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഈ എപ്പിസോഡിൻ്റെ ഇടയിൽ നമ്മൾ പലതരത്തിലുള്ള പ്രോഡക്ട്സുകളെ പറ്റി പറഞ്ഞിരുന്നു. ഈ പ്രോഡക്ട്സുകളുടെ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അതുപോലെ ചാനലിൽ കാണിച്ചിട്ടുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ യൂറോപ്യൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.